ഹായ്. കഴിഞ്ഞ ഒരു വർഷക്കാലമായി ഹൈക്കോടതിയിലും അതുപോലെ തന്നെ സുപ്രീം കോടതിയിലും ഒക്കെ ആയിട്ട് കയറി ഇറങ്ങുന്ന ഒരു കൂട്ടം ഉദ്യോഗാർത്ഥികളുണ്ട്. അപ്പൊ നമ്മൾ LDC LPUP റാങ്ക് ലിസ്റ്റ് പോലെ തന്നെ അതിന്റെ മെല്ലെപ്പോക്കിനെ കുറിച്ചൊക്കെ പറഞ്ഞിരുന്നു. അതേപോലെ തന്നെ പ്രാധാന്യം അർഹിക്കുന്ന മറ്റൊരു വിഭാഗമാണ് ഗുരുവായൂർ ദേവസ്വം ബോർഡിലേക്ക് വിവിധ തസ്തികകളിലേക്ക് LGS LD ഉൾപ്പെടെയുള്ള വിവിധ തസ്തികകളിലേക്ക് പരീക്ഷ എഴുതി നിന്ന് നിയമനം കാത്തു നിന്ന കുട്ടികൾക്ക് കിട്ടിയ ഒരു വലിയ തിരിച്ചടിയെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അതായത് പിന്നെ KDRB കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് ഗുരുവായൂർ ദേവസ്വം ബോർഡിന്റെ ക്ഷേത്രത്തിലേക്കും അനുബന്ധ സ്ഥാപനങ്ങളിലേക്കും ഉള്ള നിയമനത്തിനായി നടത്തിയ ഒരു റിക്രൂട്ട്മെന്റ് അല്ലെങ്കിൽ ഒരു പരീക്ഷ നടത്തിയിരുന്നു. ഈ പരീക്ഷ നടത്തിയത് ഒരു വർഷം മുമ്പാണ്. പരീക്ഷ സ്മൂത്ത് ആയിട്ട് നടത്തി കുട്ടികളിൽ നിന്ന് LDക്ക് 500 രൂപയും LGSന് 350 രൂപയും വെച്ച് 1.5-2 ലക്ഷത്തോളം ഉദ്യോഗാർത്ഥികളിൽ നിന്നാണ് പൈസ കൈപ്പറ്റിയത്. ഇത് പെയ്ഡ് പരീക്ഷയായിരുന്നു. അങ്ങനെ KDRB ആണ് പരീക്ഷ നടത്തിയത്. ഗുരുവായൂർ ദേവസ്വം ബോർഡിലേക്കാണ് നിയമനം. പക്ഷേ പരീക്ഷ വന്നു, പരീക്ഷയെല്ലാം നടത്തി, റാങ്ക് ലിസ്റ്റും വന്നു, അഡ്വൈസും അപ്പോയിന്റ്മെന്റും പ്രതീക്ഷിച്ച് ഇരുന്നപ്പോഴാണ് താൽക്കാലികക്കാരെ, ഗുരുവായൂർ ദേവസ്വം ബോർഡിൽ വർഷങ്ങളായി വർക്ക് ചെയ്യുന്ന താൽക്കാലികക്കാരെ കൊണ്ടുവന്ന് പരാതി കൊടുത്തു ഹൈക്കോടതിയിൽ. കാരണം 1978 ഒരു നിയമം ഉണ്ടായിരുന്നു, ഗുരുവായൂർ ദേവസ്വം ബോർഡിലേക്ക് നിയമനം നടത്താൻ KDRBക്ക് അവകാശമില്ല എന്നുള്ള ആ ഒരു നിയമം എടുത്തു വെച്ചുകൊണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു നിയമം നിൽക്കുന്ന സ്ഥിതിക്ക് എന്തിനായിരുന്നു ഉദ്യോഗാർത്ഥികളിൽ നിന്ന് ഇത്രയും പണം പിരിച്ചത്? പക്ഷെ പരീക്ഷയൊക്കെ നടത്തി റാങ്ക് ലിസ്റ്റും വന്ന് നിയമനം കാത്തിരുന്നപ്പോഴാണ് ഇത് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് താൽക്കാലികക്കാര് ഹൈക്കോടതിയിലെ പരാതി കൊടുക്കുന്നത്. അങ്ങനെ നിയമനമെല്ലാം നിർത്തിവെച്ചു. അവിടെ നിന്ന് ഉദ്യോഗാർത്ഥികൾ സർക്കാരിന്റെ കൂടി വക്കീലിനെ വെച്ച് അല്ലെങ്കിൽ KDRBയും കക്ഷി ചേർന്ന് സുപ്രീം കോടതിയിലേക്ക് കേസ് പോയി. സുപ്രീം കോടതി ഇത് താൽക്കാലികമായി മരവിച്ചു. ഇന്നായിരുന്നു ആ കേസിന്റെ വിധി. അങ്ങനെ വിധി വന്നത് എന്തായാലും താൽക്കാലികക്കാര് കൊടുത്ത ആ ഒരു പരാതിക്ക് അല്ലെങ്കിൽ അവർക്ക് അനുകൂലമായിട്ടാണ്. അപ്പൊ ഇത്രയും കഷ്ടപ്പെട്ട് പലരിൽ നിന്നായി പൈസയൊക്കെ കടം വാങ്ങി കേസ് വാദിച്ചെടുത്തു പോയ കുട്ടികൾക്ക് ഒരു അനുകൂല നടപടി ഉണ്ടായില്ല. ഇതിൽ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ഞാനിപ്പോ ചൂണ്ടിക്കാണിക്കുന്നത്. ഗവൺമെന്റ് വക്കീലിനെ പിൻവലിച്ചു. അതായത് ഗവൺമെന്റ് കൂടി KDRBയുടെ കൂടെ കക്ഷി ചേർന്നിരുന്ന ഗവൺമെന്റ് ഇതിൽ നിന്നും പിന്മാറി. ഇത്രയും പാവപ്പെട്ട കുട്ടികൾക്ക് ഈ ഒരു കേസ് സുപ്രീം കോടതിയിൽ അനുകൂലമാക്കി കൊടുക്കേണ്ട ബാധ്യത നമ്മുടെ ഗവൺമെന്റിന്, നമ്മുടെ ഈ ഒരു സർക്കാരിനില്ലേ? ഈ കുട്ടികളെ പെരുവഴിയിലാക്കി. ഇപ്പൊ ആകെ അവരുടെ ആശ്രയം KDRB ആണ്. KDRB എന്തായാലും ഇതിൽ കക്ഷി ചേർന്നിരിക്കുകയാണ്. പക്ഷെ കുട്ടികള് ഒരു വക്കീലിനെ വെക്കാൻ അല്ലെങ്കിൽ അവരുകൂടി പോയിട്ടാണ്, അവരുകൂടി പൈസ പിരിവെടുത്താണ് സുപ്രീം കോടതിയിൽ ഈ കേസ് നടത്തുന്നത്. അപ്പോ അടുത്ത മാസം 11-ാം തീയതിയാണ് ഇതിന്റെ ഫൈനൽ വിധി പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഇതിന് ഒരു മീഡിയ അറ്റൻഷൻ വേണം. കാര്യം പഠിച്ച് ഉറക്കമുളച്ച് പഠിച്ച് റാങ്ക് ലിസ്റ്റിൽ വന്ന കുട്ടികൾക്ക് നിയമനം കിട്ടണം. ഗുരുവായൂർ ദേവസ്വം ബോർഡിലേക്കും അനുബന്ധ സ്ഥാപനങ്ങളിലേക്ക് നടത്തിയ ഈ ഒരു പരീക്ഷയിൽ നിന്ന് റാങ്ക് ലിസ്റ്റിൽ നിന്ന് മാത്രം നിയമനം നടത്തുക. അതിനുവേണ്ടി ഇവിടെ ഉള്ള എല്ലാ യങ്സ്റ്റേഴ്സും യുവജന സംഘടനകളും എല്ലാവരും ഒന്നിച്ചു നിന്ന് ഈ കുട്ടികൾക്ക് അനുകൂലമായ ഒരു വിധി നേടിക്കൊടുക്കണം. ഇതൊരു അപേക്ഷയാണ്. ഒരു കൂട്ടം കുട്ടികളുടെ കണ്ണീര് കാണണം, കണ്ടില്ലെന്ന് നടിക്കരുത്. LDC LPUP പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ലിസ്റ്റാണ് ഗുരുവായൂർ ദേവസ്വം ബോർഡിന്റെ ഈ ഒരു ലിസ്റ്റ്.